കുണ്ടന്നൂർ ചെലവന്നി റോഡ് കയ്യേറ്റം മരട് നഗരസഭയുടെ അന്ത്യശാസനം പൊളിക്കാൻ നോട്ടീസ് പതിച്ചു മരട് നഗരസഭ. മരട് നഗരസഭ നോട്ടീസ് പതിച്ചതിനു ശേഷം 78 മണിക്കൂറിനുള്ളിൽ കയ്യേറ്റം നടത്തിയ സ്ഥാപനങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ നഗരസഭ നേരിട്ട് പൊളിച്ചു മാറ്റുമെന്നും ഉടമകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ചിലവായ തുക ഈടാക്കുമെന്നും മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി ആശാമറമ്പിൽ പറഞ്ഞു. കുണ്ടന്നൂർ ചെലവന്നി റോഡ് പൂർണ്ണമായിട്ടും PWD അധീനതയിലാണ്. കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും PWDക്കുണ്ടെങ്കിലും PWD പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി മരട് നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മരട് നഗരസഭയുടെ ചെയർമാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മരട് നഗരസഭ പ്രദേശത്തെ ജനങ്ങളുടെ ജനവികാരം മാനിച്ച് മുനിസിപ്പൽ ആക്ട് 207 പ്രകാരം പൂർണ്ണമായിട്ടും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും അറിയിച്ചു. മരട് നഗരസഭയുടെ കുണ്ടന്നൂർ ചെലവന്നൂർ റോഡ് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദം നിറഞ്ഞിരിക്കുകയാണ്. കാരണം ആ വിവാദം തുടക്കം കുറിക്കുന്നത് ഈ പറയുന്ന അവിടെ ഒരു കാണയിൽ ഒരു സ്ലാബിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPMകാർ മരട് മുനിസിപ്പാലിറ്റിയിൽ വന്ന് വലിയ സമരം ചെയ്തത്. അന്ന് തന്നെ നഗരസഭ പറഞ്ഞു അവിടെ ആ കയ്യേറ്റം ഉണ്ടെങ്കിൽ അതും ഒഴിപ്പിക്കും. അതുപോലെ തന്നെ ആ റോട്ടിലുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ ടാറിങ്ങുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കുമെന്ന് നഗരസഭ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴാണ് PWD ഈ പറയുന്ന നഗരസഭ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് PWD അവർ കത്ത് നഗരസഭയ്ക്ക് തന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ PWD അവരുടേതായ റോഡുകളെല്ലാം അവരുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് പൂർണ്ണമായി ഒഴിപ്പിക്കുന്നത്. കാരണം നെട്ടൂരി ഈ പറയുന്ന PWD റോഡ് കയ്യേറ്റം PWD ഉദ്യോഗസ്ഥരാണ് അവരവിടെ ഒഴിപ്പിച്ചത്. പക്ഷേ അവിടെ PWD ഉദ്യോഗസ്ഥർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം നഗരസഭ അത് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് PWD കത്ത് തരികയും നഗരസഭ അവിടുത്തെ ജനവികാരം മാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സെക്ഷൻ 207 ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന സെക്ഷൻ 207, കാരണം പഴയ പഴക്കമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ആ നിയമം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്ത് കൊടുത്തിട്ടുള്ളത്. നഗരസഭ വാക്കാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കാരണം ഒരു 3-4 ദിവസം മുമ്പ് നഗരസഭ കൃത്യമായി അവിടെ ഈ 9 കയ്യേറ്റക്കാരെയും നേരിൽ കണ്ട് സംസാരിച്ച് അതിലൊരു കയ്യേറ്റക്കാരൻ മാത്രമാണ് പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടുള്ളത്. ബാക്കി വരുന്ന 8 കയ്യേറ്റങ്ങളും ഈ പറയുന്ന ഇന്നലെ കത്ത് കൊടുത്തിട്ടുള്ളത് 78 മണിക്കൂറാണ് ഇത് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി കത്ത് കൊടുത്തിട്ടുള്ളത്. ആ 78 മണിക്കൂറിനുള്ളിൽ ഇവർ സ്വയമേ ഒഴിഞ്ഞു പോയില്ല എങ്കിൽ അതിന് ചെലവ് വരുന്ന പൈസ അവരിൽ നിന്ന് ഈടാക്കുമെന്ന് നമ്മൾ കത്തി പറയുന്നുണ്ട്. അപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ആ കയ്യേറ്റക്കാർക്കെതിരെ ഉണ്ടാകും. കയ്യേറ്റക്കാർ പൂർണ്ണമായി സ്വയമേ ഒഴിഞ്ഞു പോയാൽ അത് ആ കയ്യേറ്റക്കാരെ നമ്മൾ ഒഴിപ്പിക്കുന്ന നടപടിയിൽ നിന്ന് ഞങ്ങൾക്ക് അവിടെ അല്പം ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കയ്യേറ്റക്കാർ ഒഴിഞ്ഞു പോകണം എന്നാണ് നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ പറയുന്നത്. അതല്ല എങ്കിൽ ഈ പറയുന്ന നോട്ടീസ് കൊടുത്തിട്ടുള്ള ഡേറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിയുമ്പോൾ നഗരസഭയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് നഗരസഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതവിടെ ഒഴിപ്പിക്കുന്നതായിരിക്കും.